എടാ, പനി ശ്വാസമുട്ടും ആയതുകൊണ്ടേക്കും ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ വലിവ് ഇങ്ങനെ കേൾക്കാം. അപ്പോൾ അതാരും കാര്യാക്കണ്ട. ബാക്കി എപ്പിസോഡൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ശരി, പോയി കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു രാത്രി ഉറക്കമൊഴിച്ച് യോവണ് ശത്രുക്കൾക്കൊക്കെ എട്ടിൻ്റെ പണി കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ റിസൾട്ട് കാണാൻ പോവുകയാണ്. ഇനി ഗ്രൂപ്പ് 7ൻ്റെ അവസ്ഥയാണെങ്കിലോ, നടക്കാൻ പോലും വയ്യാതെ ഇഴയാണ് എല്ലാവരും. യോഗ ഒറ്റ സൂചിപ്രയോഗം കൊണ്ട് ഓലൊക്കെ തീർന്നു. പക്ഷെ യഥാർത്ഥ കളി അതൊന്നുമല്ല കേട്ടോ. ഇന്ന് യോഗ നേടാനുള്ളത് മ്യൂസീഷ്യൻ ക്ലാനിലെ അഹങ്കാരിയായ വോണ്ടിയോയാണ്. അവൾ വിചാരിച്ചിരിക്കണ് യോഗണ് വെറും ഒരു നിസ്സാരക്കാരനാണെന്നാ. പക്ഷേ യോഗണ് കരുതി വെച്ചിരിക്കുന്ന തന്ത്രം എന്താണെന്നൊന്നും ഓൾക്കറിയില്ല. ശക്തി കൊണ്ട് മാത്രമല്ല, ബുദ്ധി കൊണ്ടും ജയിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരുന്ന ഒരു മാസ് എപ്പിസോഡാണ് ഇന്നത്തെ. അപ്പോൾ യോവൂണിൻ്റെ ആ സീക്രട്ട് എന്താണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കണത് എല്ലാവരും നറുക്കെടുക്കുന്നതാണ്. അവരുടെ അടുത്ത് തന്നെ റൈറ്റ് ഗാർഡിയൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണ് ഗ്രൂപ്പ് 8ൻ്റെ ഇപ്പോഴത്തെ ലീഡറെങ്കിൽ അതിനർത്ഥം ആ സ്റ്റെൽത്ത് സെക്ടത്തെ ബ്രാറ്റിനെ ആരോ അറ്റാക്ക് ചെയ്തു എന്നാ. അതായത് ഈ സെക്കൻഡ് എക്സാമിനേഷൻ്റെ പിന്നിലുള്ള ഹിഡൻ അസൈൻമെൻറ്റ് ഓൽക്കൊക്കെ മനസ്സിലായി തന്നെ. ഈ അക്കാഡമിത്തെ ആൾക്കാർ ഒരിക്കലും എന്നെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ബോക്സിൽ നിന്ന് നറുക്കെടുത്ത് കഴിഞ്ഞില്ലേ. നിങ്ങളെല്ലാവരും കൃത്യമായിട്ടും ന്യായമായിട്ടും ഈ സെക്കൻഡ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കുറച്ച് നല്ല മത്സരങ്ങളൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുക ഞാൻ. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും തിരിച്ചു പോരുമ്പോഴാണ് യോവൂണിന് എന്തോ ഒരു സംശയം തോന്നിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതാ. ഇവനെ ഇവനെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഞാനോ അവരൊന്ന് സ്കാൻ ചെയ്തേ. ആ മാസ്ക് ഇട്ട് വന്ന ആളുടെ ഹൈറ്റും ഫ്രെയിമൊക്കെ 100% മാച്ച് ചെയ്യുന്നുണ്ട്. ഓ, അങ്ങനെ അവസാനം നിന്നെ ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ നമ്മളെ കാണിക്കുന്നത് സെക്കൻഡ് എക്സാമിനേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിലത്തെ റൗണ്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ 1ഉം ഗ്രൂപ്പ് നമ്പർ 3യും തമ്മിലുള്ള മത്സരമാണ്. മത്സരം തുടങ്ങട്ടെ. റൈറ്റ് ഗാർഡിയൻ വിളിച്ച് പറഞ്ഞതും രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഗ്രൂപ്പ് 1ൻ്റെ ലീഡർ ഷാഡോ സെക്ടത്തെ യങ് മാസ്റ്ററായ മുയോൺ ചിയോണാണ്. അവൻ അവൻ്റെ കമാൻഡ് കൊടുക്കാൻ തുടങ്ങി. റൈറ്റ് എന്ന് ഫോർമേഷൻ 3 വെച്ച് തുടങ്ങുക. ഓ, അവര് ഡയഗണൽ ഫോർമേഷനിലാണല്ലോ പോണത്. അങ്ങനെ രണ്ട് ടീമും ഭയങ്കരമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ രണ്ട് ടീമത്തെ മെമ്പേഴ്സിന് നല്ല രീതിക്ക് പരിക്ക് പറ്റുന്നുണ്ട്. അവരാണ് എല്ലാവരും ചിന്നി ചിതറിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് വിളിച്ച് പറയണൊക്കെ ഉണ്ട്. പക്ഷേ ഗ്രൂപ്പ് 3നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവസാനം ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 3നെ ഡിഫീറ്റ് ചെയ്തു. ആ ടീം അത്ര വീക്കൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷെ എന്തായാലും ഭയങ്കര തോൽവിയായിപ്പോയി. അങ്ങനെ സ്റ്റുഡൻറ്റ് 1 ലീഡ് ചെയ്യണ ഗ്രൂപ്പ് നമ്പർ 1 ഒഫീഷ്യലി സെക്കൻഡ് എക്സാമിനേഷൻ പാസ് ചെയ്തു. എല്ലാവരും അവർക്ക് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞു. അതിനുശേഷം റൗണ്ട് 2 നടന്നു. അത് ഗ്രൂപ്പ് 4ഉം ഗ്രൂപ്പ് 2ഉം തമ്മിലുള്ളതായിരുന്നു. അതിൽ ഗ്രൂപ്പ് 4 വിജയിച്ചു. അങ്ങനെ അവസാനം നമ്മുടെ യോവോൻ്റെ ടീമിൻ്റെ മത്സരം എത്തി. ഓ, ഫൈനലി നമ്മുടെ ചാൻസ് എത്തി. ഇവരൊക്കെ ആകെ മെൻ്റലി ഡൗൺ ആണെന്ന് തോന്നുന്നത്. ഇങ്ങനെ എന്തായാലും ഈ ബാറ്റിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല. നിങ്ങളെല്ലാവരും പേടിച്ചിരിക്കുകയാണോ? എനിക്കറിയാം, പെട്ടെന്നുള്ള ഈ ലീഡർ മാറ്റത്തിൽ നിങ്ങളെല്ലാവരും ആകെ അസ്വസ്ഥരാണെന്ന്. ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ നമ്മൾ ജയിച്ചിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ അക്കാഡമിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര നേരത്തെ ആവും. നമ്മളെല്ലാവരും ഇനിയും ഉയരങ്ങളിലോട്ട് എത്താൻ ഡിസർവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ അതിനൊക്കെ മേലെ ഞാനിപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്. ഏതോ ഒരു ഭീരു നമ്മുടെ ലീഡറിനെ പരിക്കേൽപ്പിച്ച് നമ്മളെ തോൽപ്പിക്കാൻ നോക്കി. ഇങ്ങനൊരു മോശം പ്രവൃത്തി ചെയ്തിട്ട് അവനെ ജയിക്കാൻ ഞാനങ്ങനെ സമ്മതിക്കൂല. നിങ്ങൾക്കും അതുപോലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നമ്മുടെ ടീമിനെ തോൽക്കാൻ വേണ്ടി വിട്ടുകൊടുക്കൂല. ഞാൻ എന്തായാലും ഇത് പെട്ടെന്ന് തീർക്കാം. നമ്മളെ ജയിക്കൂ. ഓ, അവനെ അങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അവനൊരു മോട്ടിവേഷൻ കൊടുത്തു എന്നുകൊണ്ട് മാത്രം അവർ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. ആ, എന്തായാലും വൈകാതെ തന്നെ കാണാം. അവൻ പുലിയാണോ അതോ വെറൊരു പൂച്ചയാണോ എന്ന്. ഗ്രൂപ്പ് 5ൻ്റെ ലീഡർ മ്യൂസീഷ്യൻ സെക്ടത്തെ യങ് മാസ്റ്ററായ വോൺ റിയോച്ചിയോണാണ്. മൊഗിയം ലീഡ് ചെയ്യുന്ന ടീമിനെ തോൽപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നിന്നെപ്പോലുള്ള ഒരുത്തനൊന്നും മൈനർ പ്രീസ്റ്റ്ഹുഡ് മത്സരിക്കാൻ ഫിറ്റല്ല.
ഞാനോ ഓഗ്മെന്റഡ് റിയാലിറ്റി മോഡ് ആക്ടിവേറ്റ് ചെയ്യേ ഫോർമേഷൻ്റെ ട്യൂട്ടോറിയൽ സെറ്റ് ചെയ്യേ ഇപ്പം നമ്മുടെ യോവൂണിന് അവരുടെ ഫോർമേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. യോവൂണ് എല്ലാവരോടും തയ്യാറായി നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വോൺറി ആണെങ്കിൽ ഫോർമേഷൻ 2 സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ഓപ്പോണൻ്റ് അവരുടെ ഇപ്പോഴുള്ള ഫോർമേഷന് ആരോ ഫോർമേഷനിലോട്ട് മാറി. ചേഞ്ച് ടു സ്കെയിൽ ഫോർമേഷൻ. ആ എന്തായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നത്. ഓലെ മുന്നോട്ട് കൊണ്ടുവരാന്നല്ലാതെ വേറൊരു വഴിയില്ല നമുക്ക്. ഓ എന്ത് ശോകമായിട്ടുള്ള ടാക്ടിക്കാ അത്. മുന്നിൽ നിൽക്കുന്ന ലീഡറിന് ഒരു പവറും ഇല്ലെങ്കിൽ സ്കെയിൽ ഫോർമേഷൻ വെറും യൂസ്ലെസ്സാ. സിയോപ് മാങ് അവനെ മാർഷൽ ആർട്സ് ഒക്കെ നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇത് അവൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റെക്ലെസ് മൂവാണ്. ഞാൻ അവൻ്റെ അടുത്ത് കൂടുതലായിട്ട് എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു. എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നിന്നെപ്പോലുള്ളൊരു ലോ ലൈഫ് എന്നെ ചലഞ്ച് ചെയ്യോടാ. ഏ എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ എൻ്റെ എല്ലാ സ്ട്രെങ്ത്തും ആ ഷീൽഡിൽ കൊടുത്താണല്ലോ. എന്നിട്ടും ആ അറ്റാക്ക് അവനക്ക് ഒന്നും പറ്റിയില്ലേ? വോൺറിയെക്കാട്ടിലും എൻ്റെ ഇൻറ്റേർണൽ പവർ വീക്കായിരിക്കും. പക്ഷേ എൻ്റെ എക്സ്റ്റേണൽ പവർ സർ സിയോപ് മാങ്ങിന് തുല്യമാണ്. അത് വെച്ച് എനിക്ക് ഇവിടെ അഡ്വാൻറ്റേജ് എടുക്കാം. എന്തായാലും കൊള്ളാം. ഓഹ് ഞാൻ ബേക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എനിക്കിപ്പോൾ ഫോർമേഷൻ ചേഞ്ച് ചെയ്തേ പറ്റൂ. ആരോ ഫോർമേഷനെ കൊണ്ട് ഇങ്ങനത്തെ ഒരു അറ്റാക്കിനെ സഹിക്കാൻ പറ്റില്ല. നാശം. എന്ത് തരം ട്രിക്കാ ഇതൊക്കെ? എല്ലാവരും പിൻവാങ്ങോ. ഫോർമേഷൻ 1 സ്വിച്ച് ചെയ്യൂ. ഓപ്പോണൻ്റ് അവരുടെ ഫോർമേഷനെ ഡിഫോൾട്ട് ഫോർമേഷനിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഫോർമേഷൻ 3 ചേഞ്ച് ചെയ്യൂ. ഫോർമേഷൻ 3യോ? ഗ്രൂപ്പ് 1 ലീഡർ ഓൾറെഡി ഇത് യൂസ് ചെയ്താ. നീ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ വർക്കാവുന്ന്? നിനക്ക് വേണമെങ്കിൽ കുറച്ച് ഇൻറ്റേർണൽ പവേഴ്സൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നിൻ്റെ ടെക്നിക്ക് വെറും പരാജയമാണ് യോവൂൺ. എല്ലാവരും ഫോർമേഷൻ 6 മാറൂ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ അറ്റാക്കൊക്കെ ഉൾക്കൊള്ളാൻ മാത്രം ഇൻറ്റേർണൽ പവേഴ്സ് നിനക്ക് ഉള്ളെന്ന കാര്യം. ആ എന്തായാലും ഡയഗണൽ ഫോർമേഷൻ്റെ സെൻറ്ററിലൂടെ പോകാൻ സ്കെയിൽ ഫോർമേഷന് കഴിയും. എനിക്കത് മതി. എങ്ങാണ് എനിക്കത് കിട്ടിയ ഞാൻ നിന്നെ ഐസൊലേറ്റ് ചെയ്യടാ. പിന്നെ നിന്നെ തീർക്കും. പക്ഷെ പെട്ടെന്നാണ് അവിടെ വേറെ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. എന്താ എന്താ ഇത്? അത് ക്രൈൻ വിങ് ഫോർമേഷൻ അല്ലേ? എല്ലാവരും ഗാർഡ് അപ്പ് ചെയ്ത് 2 സൈഡിൽ നിന്നും വരുന്ന അറ്റാക്കിന് പ്രിപ്പയർ ആയി നിൽക്കൂ. എല്ലാവരും ഫോർമേഷൻ 2 മാറൂ. ഫോർമേഷൻ 2ഓ? അവൻ ആരോ ഫോർമേഷനാണോ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോണത്? ആരോ ഫോർമേഷനാണ് വരാൻ പോണത്. ഫ്രണ്ടിലുള്ള എല്ലാവരും അലേർട്ടായി നിൽക്കൂ. അല്ല, അവർ പുറകിൽ നിന്നാണ് വരുന്നത്. അല്ല, അവർ ലെഫ്റ്റിൽ നിന്നാണ് വരുന്നത്. എന്ത് തരത്തിലുള്ള ട്രിക്കാണ് ഈ ലോ ലൈഫ് ഇവിടെ ഉപയോഗിക്കാൻ നോക്കണത്? എന്ത് സർക്കിൾ ഫോർമേഷനോ? അപ്പോൾ അവൻ ആ നമ്പേഴ്സൊക്കെ വിളിച്ചു പറഞ്ഞ് പറ്റിക്കുമായിരുന്നു അല്ലേ? അപ്പോഴാണ് നമുക്ക് തലേ ദിവസം നടന്ന കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. ബാക്കിയുള്ള ഗ്രൂപ്പൊക്കെ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പഠിച്ച ഫോർമേഷൻ്റെ നമ്പേഴ്സാണ് യൂസ് ചെയ്യുക. അതാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പോണത്. ഞാൻ എപ്പോഴെങ്കിലും ചേഞ്ച് എന്ന് വിളിച്ചു പറഞ്ഞാൽ ആക്ച്വലായിട്ടുള്ള ഫോർമേഷൻ ഏതാണോ അതിന് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. അതാണ് എൻ്റെ മാസ്റ്റർ പ്ലാൻ. ആ ലോ ലൈഫിന് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ ഗ്രേറ്റ് വോൺറിയെ വെച്ച് തന്നെ അവൻ ഇങ്ങനെ കളിക്കും. യോവൂൺ എല്ലാവരുടെയും മുമ്പിലോട്ട് പോകാൻ വേണ്ടി ആജ്ഞാപിച്ചു. വോൺറിയുടെ ടീമിലുള്ള എല്ലാ മെമ്പേഴ്സും ആകെ പേടിച്ച് അവരുടെ ഷീൽഡൊക്കെ താഴിട്ടു. എന്താ എന്താ നിങ്ങളൊക്കെ ചെയ്യണേ? ആരാ നിങ്ങളൊക്കെ ഷീൽഡ് താഴിടാൻ പറഞ്ഞേ? ഓ നിങ്ങളെല്ലാവരും എന്തിനാ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നേ? യോവൂൺ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ പോയി ചാവടാ. വോൺറിയോ എയർ സെൻഡറിങ് ബെൻഡിങ് ബ്ലേഡ് ടെക്നിക്ക് ഉപയോഗിച്ച് യോവൂണിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ യോവൂണും അങ്ങോട്ട് തിരിച്ച് നല്ലോണം കൊടുത്തു. അവസാനം നോക്കുമ്പോൾ ഫൈറ്റ് ചെയ്ത് വോൺറിയോടെ ഒരു കയ്യന്നെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. ഇവിടെയാണ് വേറൊരു സംഭവം. നമ്മുടെ യോവൂണിനാണെങ്കിൽ ഈ ആൾക്കാരുടെ കൈ വെട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറെ ഒരു സുഖമുള്ള പരിപാടി വേറെ ഇല്ല. നമ്മുടെ ഒരു ഫ്രണ്ടാണെങ്കിൽ ഇതൊക്കെ വായിച്ചിട്ട് ഒരു വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇതൊക്കെ ഇട്ടിരുന്നു. എന്നിട്ട് ഞാനത് സ്പോയിലറാണ്, ട്വിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീരീസിൽ നമ്മുടെ യോവോൻ്റെ നിക് നെയിം തന്നെ ആം സെവറിങ് ഡീമൺ എംബറർ എന്നാണ്. അപ്പോൾ അതാണ് മച്ചാനെ ഈ കൈ വെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹരാണ്. ആ
അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കഥയിലോട്ട് വരാം. എല്ലാവരും ആകെ ഷോക്കായി. വോൺട്രിയോ ആണെങ്കിൽ എൻ്റെ കയ്യ് പറഞ്ഞിട്ട് ആകെ നിലവിളിക്കാൻ തുടങ്ങി. അവിടെയുള്ള ഗാർഡ്സൊക്കെ വന്ന് അവളെ പരിശോധിക്കാൻ തുടങ്ങി. ഇതൊരു റിയൽ സ്വാഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും. വോൺട്രിയോയുടെ ബ്ലൈഡ് ടെക്നിക്ക് എന്തായാലും എനിക്ക് നിർത്തിക്കാൻ കഴിഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് ആ ഫൈറ്റിംഗ് ഫോം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ, ഇതൊരു ട്രെയിനിങ് സ്വാഡ് അല്ലേ, അപ്പം ഇതിനെന്തായാലും കുറേ ലിമിറ്റ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ യോവോൻ്റെ ടീമായ ഗ്രൂപ്പ് 8 വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. അവൻ്റെ ഒപ്പമുള്ള എല്ലാ മെമ്പേഴ്സിനും ഭയങ്കരമായിട്ട് സന്തോഷമായി. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ആ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കിൻ്റെ 7 ലിങ്സും യൂസ് ചെയ്തു എന്നുള്ള കാര്യം. അവൻ്റെ ഫൈറ്റിംഗ് ഫോമൊക്കെ വെച്ച് ജഡ്ജ് ചെയ്യുമ്പോൾ ഇപ്പോഴും അവന് ഇൻറ്റേർണൽ പവേഴ്സൊക്കെ കുറവാണ്. പക്ഷെ അവൻ സർ സിയോബാങ്ങിൻ്റെ അത്ര നന്നായിട്ട് ചെയ്യുന്നുണ്ട് താനും. ഓ, ആ കുടിയനെ എന്തൊക്കെ കാട്ടി വെച്ചിരിക്കണം ഇവിടെ. അല്ല, അത് സിയോബാങ് ഒരു നല്ല ടീച്ചറായതുകൊണ്ട് മാത്രമല്ല. ഈ 21 ദിവസം കൊണ്ട് അവന് സ്വന്തമായിട്ടും കുറേ പഠിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ്. സ്ട്രാറ്റജിയും ടാക്ടിക്സൊക്കെ അവന് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല, വോൺട്രിയോയുടെ കൈ വെട്ടാനുള്ള ധൈര്യം പോലും അവന് മാത്രമേ ഉള്ളൂ ഇവിടെ. എന്തായാലും അവനൊരു ബോൺ പ്രോഡിയാണ്. ആ സിയോമാങ് ചേർക്കണതിന് മുന്നേ തന്നെ അവനെ ഞാൻ എൻ്റെ വിങ്ങിൽ ചേർക്കണമായിരുന്നു. പക്ഷേ ഇല്ല, അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ആഫ്റ്റർ ഓൾ ഞാൻ ഈ അക്കാഡമിയിലത്തെ ഒരു ഡെപ്യൂട്ടി അല്ലേ. എന്തായാലും യോവോണിനിപ്പോൾ മൊത്തത്തിലൊരു മിക്സ്ഡ് ഫീലിംഗ് ആവും. അല്ല, യോവോൺ അത് ചെയ്തോ? അവൻ മ്യൂസീഷ്യൻ സെക്ടത്തെ യങ് മാസ്റ്ററെ ടേക്ക് ഡൗൺ ചെയ്തോ? അവൻ അവൻ്റെ മാർഷൽ ആർട്സൊക്കെ അത്രയും കാലം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മളെ കാണിക്കണ അടുത്ത മത്സരമാണ്. എനിക്ക് ഉറപ്പായിരുന്നു നമ്മൾ ജയിക്കുന്നുള്ള കാര്യം. പക്ഷേ ഇങ്ങനൊരു സംഭവം നടക്കുന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നീ കാരണമാണ് എൻ്റെ റിബിനിപ്പോൾ ഈ അവസ്ഥ പറ്റിയത്. ഞാനില്ലാത്ത നേരത്ത് എൻ്റെ മൊഴി കയറിയിട്ട് ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് മൊത്തം ഞൊണ്ടിയിട്ടാണ് നടക്കുന്നത്. എല്ലാത്തിനും കാരണം നീയാ. ഒരു റിയൽ സ്കില്ലും ഇല്ലാത്തൊരു വെഡ്ഡിയാണെന്ന് വിചാരിച്ചിട്ട് നിന്നെ വിട്ടതാ. അതുകൊണ്ടാണ് ഇപ്പോൾ നീ ഞങ്ങൾക്ക് മുമ്പിൽ വന്നിങ്ങനെ നിൽക്കണത്. ലീഡറിനെ മാറ്റി നിർത്തിയ ബാക്കി ഗ്രൂപ്പ് 6 എല്ലാവരും മുടന്തിയിട്ടപ്പോൾ നടക്കണത്. നമ്മൾ അഗ്രസീവായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും നമുക്ക് ഈസി ആയിട്ട് തന്നെ തോൽപ്പിക്കാൻ പറ്റും. എനിക്കറിയില്ല ഒരു ഗ്രൂപ്പിനെ ഈ ഒരു അവസ്ഥയ്ക്ക് എത്തിക്കാൻ മാത്രം ധൈര്യമുള്ള ആരെവിടെ ഉള്ളത് എന്ന്. എന്തായാലും ആളോട് വളരെ താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഫോർമേഷൻ 6 മാറൂ. എൻ്റെ കാലുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനീ ചെയ്യുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ മരിക്കണവരെ നിങ്ങളൊക്കെ എന്നോട് നന്ദി പറയേണ്ടതാ. എല്ലാവരും ആരോ ഫോർമേഷനിലോട്ട് നിൽക്കൂ. ആരോ ഫോർമേഷനോ? നിങ്ങളൊക്കെ ഫോൾസാടാ. ഈ മുടന്തിയ കാലും വെച്ച് ആ ഫോർമേഷനിലൊക്കെ നിങ്ങൾ എന്ത് കാട്ടാനാ? പക്ഷെ നമ്മുടെ ഗ്രൂപ്പ് 6 ലീഡർ ആൾ ഇച്ചിരി ടെററാ. അവന് വാളെടുത്ത് ഒറ്റ വീശലാ. ആ ഓപ്പോസിറ്റ് വന്നവൻ്റെ ഷീൽഡ് തെറിച്ചു പോയി. എന്നിട്ട് അവൻ്റെ നെഞ്ചത്തൂടെ ഒറ്റ കുത്ത. വാള് തുളച്ച് അപ്പുറത്തെത്തി. എടാ, നിങ്ങളൊക്കെ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കടാ? എല്ലാവരും മുന്നിലോട്ട് തള്ളു. എന്താ ഇവിടെ നടക്കണേ? നമ്മൾ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവരെല്ലാവരും തീർത്തേക്ക്. അവർക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ഒരു ചാൻസും കൊടുക്കരുത്. എന്നിട്ട് അവരെയും തോപ്പിച്ചിട്ട് ഗ്രൂപ്പ് 6 ലീഡറിൻ്റെ ഒരു നൃത്തമുണ്ട്, ഒരു ടെറർ നൃത്തം. എന്നിട്ട് യോവോണിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അടുത്തത് നീയാടാ, യോവോൺ ചിയോൺ. എന്തായാലും ഞാനൊരു നല്ല ശത്രുവിനെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അങ്ങനെ അവസാനം സെക്കൻഡ് എക്സാമിനേഷനിൽ റൗണ്ട് 3 ഗ്രൂപ്പ് 6ഉം 7ഉം മത്സരിച്ചതിൽ ഗ്രൂപ്പ് 6 വിൻ ചെയ്തതായിട്ട് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലത്തിന് ഇവിടെ നിർത്തുകയാണ്. എടാ, ചില്ലരം കണ്ടില്ലടാ, എന്താണ് പറയണേ, ബ്രെയിൻ ഓവർ ബ്രോൺ. അതായത് ഇടയ്ക്കൊക്കെ കയ്യോക്കിനേക്കാളും നല്ലത് ബുദ്ധിയാണെന്ന്. ആ നമ്പറൊക്കെ മാറ്റി വിളിച്ച് അവരെ കൺഫ്യൂഷൻ ആക്കിയ ട്രിക്ക് എങ്ങനെയുണ്ട്? വോൺലിയുടെ അഹങ്കാരം മാത്രമല്ല, ഇപ്പോൾ കയ്യും പോയി കിട്ടി. ഇതോടെ ഗ്രൂപ്പ് 8 തല ഉയർത്തി തന്നെ 2ാം പരീക്ഷ ജയിച്ചു. പക്ഷേ ഇതിനിടയിൽ യോവൂണാണെങ്കിൽ വേറൊരു ശത്രുവിനെയും കൂടി ഉണ്ടാക്കിയിരിക്കണിപ്പോൾ. അവനിനി യോവൂണ് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും അവന് മുഖ്യത്തിനേക്കാളും ടെററാണെന്ന് തോന്നൂലേ? അല്ല, എന്താ തോന്നാനുള്ളത്? മുഖ്യത്തിനെ വരെ അടിച്ചിട്ടിട്ടല്ലോ ഇവിടെ നിൽക്കണത്. എന്തായാലും അടുത്ത എപ്പിസോഡുകളിലായിട്ട് യോവൂണും ഓനും തമ്മിലൊരു മത്സരം നമുക്ക് കാണാം. അപ്പം എന്തായാലും ആ മാസ് സീന് മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. യോവൂണിൻ്റെ ഈ തന്ത്രം ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.